മെഷീൻ ഉണ്ട്, ഒരു ബെൽറ്റ് തൊട്ട്. അപ്പോൾ ആ ബെൽറ്റിലിട്ട് കഴിഞ്ഞാൽ ബേബീൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ ഇങ്ങനെ ഒരു ഗ്രാഫിൽ ഇങ്ങനെ വരച്ച് കാണിക്കും. പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾക്കൊക്കെ കുഴപ്പമില്ല, എന്നാൽ പിന്നെ അഡ്മിറ്റ് ഒന്നും ചെയ്യണ്ട, പോവാന്നുള്ള രീതിയിൽ വീട്ടിലേക്ക് വന്നു. എനിക്ക് ടെൻഷനും അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ റീസെൻ്റ്ലി ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഫ്രണ്ട്സിനോടൊക്കെ ഓരോ കാര്യങ്ങളും ചോദിച്ചിട്ടാണ് ഞാനും പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് നമ്മൾ PV ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാം പാക്ക് ചെയ്തു, പക്ഷെ ഇന്ന് പാക്ക് ചെയ്ത കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. അങ്ങനെ സംഭവബഹുലമായ PV കഴിഞ്ഞു. നമ്മൾ പറഞ്ഞ 27 വരാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, നമ്മൾ 28 വരാമെന്നുള്ള രീതിയിൽ പറഞ്ഞു. ജനുവരി 29, 2025 ബേബി വരും. അയ്യോ, എനിക്ക് ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ എന്താവുന്നു. ഓക്കെ, ആൾ കിടക്കേ. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. എനിക്കിതൊന്നും എന്താ പറയുക, ഞാൻ അത്ര ഓക്കെ അല്ല ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഇന്ന് ദിവസം മൊത്തം ഈ പെയിൻ ഉണ്ടാവുമോ എന്നൊക്കെയുള്ളൊരു മൈൻഡിലാണ് ഞാൻ ഉണ്ടായത്. ഓക്കെ, അങ്ങനെ ഈ ഒരു കർട്ടൻ ഇട്ടു. നമ്മൾ എന്താ ചെയ്യുന്നത് എനിക്ക് കാണുമ്പോൾ വേണ്ട. ഞാനിങ്ങനെ ഫുൾ റിലാക്സ് ചെയ്തിട്ട് ഇങ്ങനെ കിടക്കണം. എങ്ങനെയെങ്കിലും ഇതൊന്ന് പുറത്തെത്തിയാൽ മതി, എനിക്ക് സമാധാനം. എന്താ പറയുക, അത്രയും സഹിച്ച് നമ്മൾ മതിയായി, അങ്ങനത്തെ ഒരു അവസ്ഥയെ. അങ്ങനെ ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ബോഡി ഇങ്ങനെ ഒന്ന് ഷേക്ക് ആവുന്നല്ലാണ്ട് പെയിനോ ഒന്നുമില്ല. പെയിൻ എന്നല്ല, നമ്മൾ ഒന്നും ചെയ്യുന്നതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ചെയ്തു. അപ്പം തന്നെ ഡോക്ടർ ഇങ്ങനെ എടുത്ത് പൊന്തിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ആൺകുട്ടിയായിട്ടാ നിനക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഏതും ഇങ്ങനെ ഒരുമാതിരി തല ഇങ്ങനെ ഒരു സൈഡിലോട്ട് ചിരിച്ചിട്ട് ഇങ്ങനെ നോക്കുന്നു. മുഖമൊക്കെ ഇങ്ങനെ വീർത്ത് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അറ്റ് ദാറ്റ് മൊമെൻറ്റ് നമുക്ക് അങ്ങനെ ഒരു ഞാൻ അമ്മയായി, എൻ്റെ മുന്നിലേത്, അങ്ങനത്തെ ഒരു ഫീലില്ല. കാരണം നമ്മൾ ഏകദേശം ചത്തിട്ടങ്ങനെ കിടക്കണം. അപ്പോൾ ഇതൊന്ന് പ്രൊസീജിയർ കഴിയണമെന്നേ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കി, ഒന്നുമില്ല. എൻ്റെ അങ്ങനെ അടുത്തൊന്നും തന്നിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ എനിക്ക് കാണിച്ചു തന്നു, നിൻ്റെ ആൺകുട്ടിയാണ് നിനക്ക് എന്ന് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ വെച്ചാൽ നമ്മളെ ഫുൾ അടി, അതായത് അരക്ക് താഴോട്ട് ഫുൾ മരവിച്ചിട്ടാണല്ലോ ഉള്ളത്. പിന്നെ നമുക്ക് നടക്കാനോ ഇരിക്കാനോ ഒന്നും കഴിയില്ല. അപ്പം ആ ഒരു ഷീറ്റോട് കൂടിയിട്ടാണ് എൻ്റെ അടുത്ത് വേറെ ബെഡിലേക്ക് എല്ലാവരും കൂടെ കിടത്തി. അവിടുന്ന് നേരെ ICUലോട്ടാണ് പോയത്. ICUയിൽ ഒരു ദിവസം ഒബ്സർവേഷൻ പോലെ വെക്കാൻ വേണ്ടിയിട്ട്. ICU എന്നല്ല, ഒരു പോസ്റ്റ് ഡെലിവറി ഒരു ICU അങ്ങനത്തെ. അങ്ങനെ പോകുന്ന വഴിക്ക് അച്ഛനെയും അമ്മേനെയും എല്ലാവരെയും കണ്ടു, എല്ലാവരെയും കണ്ടു, എല്ലാവരോടും സംസാരിച്ച് അങ്ങനെയാണ് നേരെ ICUലോട്ട് പോകുന്നത്. അവിടെ പോയപ്പോഴത്തേക്കും ഒന്നുമില്ല, ഇങ്ങനെ കിടക്കുക. അവർ മോണിറ്റർ ചെയ്യും, നമ്മൾ പ്രഷർ മോണിറ്റർ ചെയ്യും, പൾസ് മോണിറ്റർ ചെയ്യും. പിന്നെ ഈ ടൈമിൽ എനിക്ക് അപ്പോൾ മൂത്രം പോകാനുള്ള ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് അറിയുന്നില്ല. അപ്പോൾ ഈ ഒരു പെയിൻ കാരണം, പെയിൻ അന്ന് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. കാരണം ആ ഒരു അനസ്തീഷ്യൻ്റെ ആ ഒരു എഫക്റ്റ് കാരണം എനിക്ക് അങ്ങനെ പെയിനൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, അയ്യോ മൂത്രമൊഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് എന്തേ മൂത്രമൊഴിക്കാൻ മുട്ടാത്തേന്നൊക്കെയുള്ളൊരു ഫീലാണ് ഞാൻ ഉണ്ടായിരുന്നത്. കാരണം എനിക്ക് അറിയുന്നില്ല ഈ ട്യൂബൊക്കെ ഇട്ടിട്ടുണ്ട്. അന്ന് അവിടെ കിടന്നു നല്ല സുഖമായിട്ട് ഉറങ്ങി. ഇടയ്ക്കിടയ്ക്ക് ബേബീനെ കൊണ്ടുവരും ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫീഡ് ചെയ്യാൻ കൊണ്ടുവന്നാലും നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല. ഇങ്ങനെ കിടക്കുന്ന നേഴ്സ് തന്നെയാണ് ഫീഡ് ചെയ്യുന്നതും, മീൻസ് നമ്മൾ ഇത് വെച്ച് ഫീഡ് ചെയ്യുന്നതൊക്കെ നേഴ്സ് തന്നെയാണ്. നമ്മളൊന്ന് കിടന്നു കൊടുത്താൽ മതി എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഞാൻ ശ്രീനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് നേഴ്സ് എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു. അപ്പോൾ ഈ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ ഈ ICUലോട്ട് പോകുന്ന വഴിക്കെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഷിവറിങ് ആയിരുന്നു. ഭയങ്കര വിറക്ക്, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, എൻ്റെ കൈ ഇങ്ങനെ വിറക്കുന്നു. എന്തോ ഹോർമോണൽ ഡിപ്പ് കാരണമാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ വിറക്കാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അവിടെ ICUയിൽ പോയി ആ ഒരു ദിവസം അവിടെ കിടന്ന് ഇടയ്ക്കിടയ്ക്ക് ബേബീനെയും കൂട്ടിയിട്ട് ശ്രീൻ്റെ അമ്മയും കൂടെ വരും. രാത്രി എല്ലാം 2 hours കൂടുമ്പോൾ അവർ വരും. അന്ന് രാത്രി ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ഉറങ്ങിയാൽ മതി എന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നല്ലൊരു ഉറക്കം ഉറങ്ങി. രാവിലെ ICUയിലെ നേഴ്സസ് പ്രത്യേകിച്ച് ഒരുപാട് സപ്പോർട്ടീവായിരുന്നു. അവർ ഒരുപാട് നല്ല രീതിയിൽ നോക്കി, അങ്ങനെയൊക്കെ നല്ല രീതിയിൽ തന്നെ നോക്കി. അപ്പോൾ പിറ്റേന്ന് രാവിലെ ലൈക്ക് ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എണീക്കാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ യൂറിൻ്റെ ട്യൂബ് കണ്ടത്. അപ്പോൾ അതിലെ ബാഗ് ഫുള്ളാണ്. അപ്പോൾ ഞാൻ ഓക്കെ, നമുക്ക് മനസ്സിലാവേ ഇല്ല അല്ലേ, അല്ലെങ്കിൽ ഞാൻ ടെൻഷനായിരുന്നു. ഇത് കാരണം ഇത്രയും പെയിൻ വെച്ച് ബാത്റൂമിൽ പോകാൻ എണീക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എൻ ഈസി തിങ്. അപ്പോൾ ഓക്കെ, ഇതൊരു നല്ല കാര്യമാണ് അങ്ങനെ എനിക്ക് തോന്നി. അത് കഴിഞ്ഞിട്ട് ബ്രഷൊക്കെ ചെയ്ത് നേഴ്സ് തന്നെ പിടിച്ച് മെല്ലനെ നടന്ന് ചെയ്ത് ബ്രഷൊക്കെ ചെയ്ത് തിരിച്ചു വന്ന് അപ്പോൾ ബ്ലീഡിങ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ നേഴ്സ് PV ചെയ്തു. വിരലിട്ടതിന് ശേഷം വയറ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ബ്ലീഡിങ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. ഓ മൈ ഗോഡ്, അത് ഭയങ്കര പെയിനായിരുന്നു. കാരണം നമുക്ക് അത്രയും വലിയൊരു വൂണ്ട് ഉണ്ട് താഴെ. അങ്ങനെ ചെയ്യുമ്പോൾ പെയിൻഫുള്ളായിരുന്നു.
പിന്നെ എനിക്ക് ടെൻഷനായി തുടങ്ങി. ഇനി ഡോക്ടർ വന്നാൽ ഡോക്ടറെ വകയും പി വി ഉണ്ടാവുമോ, ഡോക്ടർ ഇങ്ങനെ ചെയ്യുമോ എന്നുള്ളൊരു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ നഴ്സിനോട് ചോദിച്ചിട്ട് ഡോക്ടർ വന്നാലും പി വി ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഇനി പ്രശ്നമൊന്നുമില്ല, ബ്ലീഡിങ് ഒന്നുമില്ല, ഞാൻ ചെക്ക് ചെയ്തു, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു എനിക്കൊന്ന് 10 മണി പിറ്റേന്ന് നെക്സ്റ്റ് ഡേ 10 o'clock 11 ആ ഒരു ടൈം ആയിരിക്കും എന്നെ റൂമിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോഴാണ് ഞാൻ വേദുവിനെ ശരിക്കും കാണുന്നത്. അതുവരെ വേദു ഇടയ്ക്ക് വരുന്നു, ഫീഡ് ചെയ്യുന്നു, പോകുന്നു എന്നല്ലാണ്ട് പിന്നെ ഫീഡ് ചെയ്യാൻ എനിക്കും അറിയുന്നില്ല, കംഫർട്ടബിൾ അല്ല, വേദുവിനെ എങ്ങനെ സക്ക് ചെയ്യേണ്ടതെന്നും അറിയുന്നില്ല. അതൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഫസ്റ്റ് പാല് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പൊടിപ്പാൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ശ്രീയാണ് അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ശ്രീ പൊടിപ്പാൽ കൊടുക്കുമായിരുന്നു റൂമിൽ നിന്ന്. അപ്പം 2 hours എന്നുള്ളത് ഒരു 4 hours എടുത്തുമ്പോഴായിരിക്കും അവൻ എൻ്റെ അടുത്ത് വരെ. 2 hours കൂടുമ്പോൾ പൊടിപ്പാൽ കൊടുത്ത് അങ്ങനെ അങ്ങനെ മാനേജ് ചെയ്തു. അപ്പോൾ അതിനുശേഷം, അതായത് റൂമിലെത്തിയ ശേഷം നല്ല ബുദ്ധിമുട്ടാണ്. കാരണം വൂണ്ടെന്ന് പറഞ്ഞാൽ വലിയൊരു വൂണ്ടാണ് അടിവയറ്റിൽ. നമ്മൾ എണീക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ നമുക്ക് അതൊരു അവിടെ ഒരു പിടുത്തുണ്ടാവും. അപ്പോൾ കിടന്നെടുക്കുന്ന ചെരിഞ്ഞ് കിടക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു മണിക്കൂർ വേണം എല്ലാം ഒന്ന് ചെന്ന് വരാൻ. അങ്ങനെ ഒരു ടാസ്ക്കാണ്. പിന്നെ വേദു കരയുമ്പോൾ എനിക്ക് എടുക്കാൻ പറ്റില്ല. എൻ്റെ തൊട്ടിപ്പുറത്തുണ്ടെങ്കിൽ എനിക്കൊന്ന് ചെരിഞ്ഞ് നോക്കാൻ പോലും പറ്റില്ല ആ സമയത്ത്. അപ്പോൾ അതും ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഫീഡ് ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഇവർ ഈ സക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം വരും. ഓൾറെഡി നമ്മളെ ബോഡി വീക്കായിട്ടിരിക്കുമ്പോൾ സക്കിങ് കൂടെ ചെയ്യുമ്പോൾ നമുക്ക് വല്ലാണ്ട് ക്ഷീണം വരും. അതൊരു പ്രശ്നം. അപ്പോൾ ഒരാൾ വേദുവിനെ ഹോൾഡ് ചെയ്യണം, വെയിറ്റ് നമുക്ക് അത്രയും ഹോൾഡ് ചെയ്യാൻ പറ്റില്ല, അതൊരു പ്രശ്നം. ഫീഡൊക്കെ ചെയ്താൽ ഞാനെങ്കിൽ ലാസ്റ്റ് ഇങ്ങനെ ഇരിക്കും. അത്രയും ആ ഒരു 3-4 ദിവസം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുളിക്കാൻ പറ്റില്ല. ഫസ്റ്റ് ടൈം ടോയ്ലറ്റ് പോവുക ആഫ്റ്റർ ദ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പോകണം എന്ന് പറയും, പോയാൽ പറയണം എന്നൊക്കെ. പക്ഷേ അത് യൂറിൻ പോകാൻ പോലും നമുക്ക് ഭയങ്കര പെയിനാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് സിസേറിയന്. ആരും സുഖപ്രസവം എന്നുള്ളൊരു ടേം യൂസ് ചെയ്യാനേ പാടില്ല. സിസേറിയനും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ആരും സിസേറിയൻ ഒരിക്കലും കുറച്ച് കാണരുത്. എനിക്ക് തോന്നുന്നു സുഖപ്രസവം ആ ഒരു ടൈമിൽ കഴിഞ്ഞാലും സിസേറിയൻ എന്ന് പറയുന്നത് നമുക്ക് പിന്നെയും 3-4 ദിവസത്തേക്ക് വലിയൊരു സ്റ്റിച്ചിൻ്റെ പെയിന് നമ്മളത് അനുഭവിക്കണം. എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ ആ സമയത്തൊന്നും ചുമയ്ക്കോ തുമ്മോ ചെയ്ത് നമ്മൾ ചത്ത് അങ്ങനെയാണ്. തുമ്മിക്കഴിഞ്ഞാൽ പിന്നെ അയ്യോ എനിക്ക് ആലോചിക്കാൻ കൂടി. അപ്പം എൻ്റെ ആകെ ഒരു പ്രാർത്ഥന ആ സമയത്ത് ഉണ്ടായിരുന്നു, തുമ്മല്ലേ ചുമക്കല്ലേ, അങ്ങനെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു 3-4 ദിവസം പിന്നെ വേദുവിന് മഞ്ഞ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം 2 ദിവസം അവൻ ഫോട്ടോ തെറാപ്പിക്ക് വേണ്ടിയിട്ട് പോയി. ആ ടൈമാണ് ശരിക്കും വേദുവിനെ മിസ് ചെയ്തത്. അതായത് ഒരു അമ്മയായി അത് എൻ്റെ കുഞ്ഞാണ് എന്നുള്ളൊരു ഫീല് വന്നത് ആ ഒരു ടൈമാണ്. കാരണം ആ ഒരു റൂമിൽ വേദു ആണല്ലോ സ്റ്റാർ. നമ്മളെപ്പോഴും ക്യൂരിയസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് വേദുവിനെയാണ്. അപ്പോൾ ആ 2 ദിവസം വേദു അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും മിസ് ചെയ്യാൻ തുടങ്ങി. അയ്യോ വേദു ഇല്ലാണ്ടൊരു സുഖമില്ല അല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്യണം, എപ്പോഴും വേദുവിന് ഫീഡ് ചെയ്യാൻ അങ്ങോട്ട് പോകണം, ഫോട്ടോതെറാപ്പി റൂമിലേക്ക് പോകണം. അപ്പോൾ എനിക്ക് പാല് അത്രയും വരുന്നില്ല, അല്ലെങ്കിൽ വേദു എനിക്ക് അറിയുന്നില്ല, കൊടുക്കാൻ അറിയുന്നില്ല, വേദുവിന് സക്ക് ചെയ്യാൻ അറിയുന്നില്ല. ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോഴെച്ചാൽ നമ്മൾ ഇലക്ട്രിക് പമ്പ് വെച്ച് ഞാൻ അവിടെ ഇരുന്ന് പമ്പ് ചെയ്ത്, അത് വളരെ പതുക്കെ വരുള്ളൂ, കുറേ നേരം അവിടെ ഇരിക്കണം. അപ്പോൾ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ കുറേ നേരം പമ്പ് ചെയ്തതിന് ശേഷം അവിടെ വെച്ച് ബോട്ടിലാക്കിയിട്ടാണ് ഞാൻ റൂമിലേക്ക് വരും. അപ്പോൾ അവരത് വേദുവിന് കൊടുക്കും 2 മണിക്കൂറോ, അല്ലെങ്കിൽ കുടിച്ചില്ലെങ്കിൽ അതിനനുസരിച്ച് അവർ കൊടുക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ കാണുന്നുണ്ട് വേദുവിനെ. ഒന്നിക്കലും വേദുവിനെ അവർ പുറത്തു കൊണ്ടുത്തരും, അല്ലെങ്കിൽ ഞാൻ ഇലക്ട്രിക് പമ്പിൽ ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് പോകും. അപ്പോൾ ഞാൻ വേദുവിനെ കാണുന്നതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഞാൻ പിന്നെയും ആ ഒരു സമാധാനം ഉണ്ട്. അപ്പം ശ്രീ കാണുന്നില്ല. അപ്പോൾ ശ്രീക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, ശ്രീ മിസ് ചെയ്തിട്ട്. അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് കാണിച്ചു കൊടുക്കുമെന്ന് വെച്ചാൽ ശ്രീക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല, വേറെ അമ്മമാരുണ്ടാവും. അങ്ങനെ അപ്പോൾ എൻ്റെ അടുത്തൊരു നഴ്സ് പറഞ്ഞു, നിങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബേബീനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ട്, അതായത് ആരെങ്കിലും വന്ന് ബേബീനെ എടുത്തോ, എന്നിട്ട് ഫീഡ് ചെയ്തിട്ട് തിരിച്ചു കൊടുത്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ, അത് കേട്ടതും ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത് നെക്സ്റ്റ് ടൈം ഞാൻ വരുന്നില്ല, ബേബീനെ കൂട്ടാൻ വരാൻ പറയാം, എന്നിട്ട് ചെയ്യാം, അത് റൂമിൽ നിന്ന് ഫീഡ് ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുതരാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഞാനും ശ്രീയും ചീലും മാത്രമേ റൂമിലുണ്ടായിരുന്നുള്ളൂ. അതായത് ബേബി ഇല്ലാത്തതുകൊണ്ട് അമ്മക്ക് ഭയങ്കര ഉറക്കത്തിൻ്റെ പ്രശ്നമൊക്കെ വന്നിട്ട് അമ്മ ഒരു ദിവസം ഉറങ്ങാന്നുള്ള ഇതിൽ വീട്ടിലേക്ക് പോയി. ഞാനും ഞാനും ശ്രീയും ചീലും ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ വേദുവിനെ റൂമിലേക്ക് കൂട്ടിയിട്ട് വന്നു. അപ്പോഴാണ് ശ്രീക്ക് ഒരു സമാധാനമായത്. കാരണം ശരിക്കും നമ്മൾ മിസ് ചെയ്യും ആ ഒരു സ്റ്റാർ ഓഫ് ദ ഡേ എന്നോ, സ്റ്റാറിനെ നമ്മൾ മിസ് ചെയ്യും. അപ്പോൾ പിന്നെ അന്ന് നമ്മൾ കുറേ ടൈം അവനോട് സ്പെൻഡ് ചെയ്ത് എങ്ങനെയൊക്കെയോ പാലൊക്കെ കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ തിരിച്ചു പിന്നെ വേദുവിനെ ഫോട്ടോതെറാപ്പിക്ക് ആക്കിയത്.
പിന്നെ ഒരു സങ്കടം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ചോദിച്ചു അഥവാ മഞ്ഞ കുറഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ നഴ്സ് പറഞ്ഞു ചിലപ്പോൾ ബ്ലഡ് മാറ്റേണ്ടി വരും കുറഞ്ഞിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ കിട്ടുമ്പോഴത്തേക്ക് ഭയങ്കര ടെൻഷനായി തുടങ്ങും. ഇത്രയും കുഞ്ഞി പൊടിയുടെ സാധനത്തിന് അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ബ്ലഡ് മാറ്റുക എന്നൊക്കെ പറയുന്നത് അതാലോചിച്ചിട്ട് ഞാനും ശ്രീയിലേക്ക് അയ്യോ ഭയങ്കര വിഷമം. ശരിക്കും ഞങ്ങളന്ന് രണ്ടാളും നല്ല വിഷമായി കരഞ്ഞു. വേദുവിന് അപ്പോഴാണ് നമ്മൾ ആ വേദു എന്നുള്ള ഒരു കണക്ഷൻ വരാൻ തുടങ്ങിയത്. ആ തുടക്കത്തിൽ എനിക്ക് കണ്ടപ്പോഴോ അല്ലെങ്കിൽ ഞാൻ ആ പെയിൻ എടുത്ത് നിന്നപ്പോഴോ അല്ലെങ്കിൽ ഫീഡ് ചെയ്യുമ്പോഴോ ഒന്നും എനിക്ക് ആ ഒരു കണക്ഷൻ കിട്ടിയിട്ടില്ല. ഇവന് നമ്മൾ അടുത്തുനിന്ന് മാറിയപ്പോഴാണ് ശരിക്കും വേദുവിനെ മിസ് ചെയ്യാനും ആ ഒരു കണക്ഷനൊക്കെ വന്നു തുടങ്ങിയത്. അങ്ങനെ വേദു ഈസ് ലൈക്ക് എൻ ഏഞ്ചൽ ഇൻ അവർ ലൈഫ്. കറക്റ്റ് സമയത്താണ് വേദു വന്നത്. നമ്മൾ ഒരുപാട് വിഷമങ്ങൾക്കുള്ള ഒരു എന്താ പറയുക ഒരു ആൻസറാണ് വേദു എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്, ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എന്തായാലും എനിക്ക് വെരി ഇമോഷണൽ വീഡിയോ ആണ്. കാരണം ഒരു ഗേൾ എന്നുള്ള രീതിയിൽ എൻ്റെ ഫസ്റ്റ് ഡെലിവറി എത്രത്തോളം പ്രഷ്യസ് ആണ് ആ മൊമെൻറ്റ്സ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എല്ലാ പെൺകുട്ടികൾക്കും അതുപോലെ തന്നെ അച്ഛന്മാർക്കും അറിയായിരിക്കും. ആ ഒരു പ്രഷ്യസ് മൊമെൻറ്റിലൊക്കെ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അമ്മ ഫിസിക്കലി എൻ്റെ കൂടെ ഇല്ല, ഞങ്ങളവിടെ ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഈ ഒരു എഡിറ്റ് ചെയ്യുമ്പോൾ എന്തായാലും ആ വീഡിയോസൊക്കെ കാണുന്നത് വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു പെയിനും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കോപ്പപ്പ് ചെയ്ത് പോകാൻ പറ്റുന്നത് വേദുവിടെ ഒരു പ്രസൻസാണ്. വേദു ഉള്ളതുകൊണ്ടാണ് ഫുൾ ടൈം ബിസി ആയിട്ട് നിൽക്കുന്നത്. ആ ഒരു കാര്യങ്ങളൊന്നും കൂടുതൽ ചിന്തിക്കാണ്ട് പോകുന്നതൊക്കെ വേദു ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഡെലിവറി സ്റ്റോറി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഒറ്റ ടേക്കിൽ ഞാൻ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. എനിക്ക് റെക്കോർഡ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം പിന്നീട് ഇത് എപ്പോഴെങ്കിലും ഒന്ന് കാണുമ്പോൾ രസമായിരിക്കും, അതെനിക്കറിയാം. പിന്നെ ഞാൻ ഒരുപാട് ക്ലിപ്സ് എടുത്ത് വെച്ചതൊക്കെ എനിക്ക് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കണം എന്നൊരു ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഞാൻ ഈ വീഡിയോ ഇത്ര ലേറ്റായിട്ടും എടുക്കുന്നത്. ഓക്കെ, അപ്പം ഇഷ്ടപ്പെട്ടവർ കമൻറ്റ് സെക്ഷനിൽ പറയുക. പിന്നെ അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ വേദുവിൻ്റെ പേര് ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ വേദുവിൻ്റെ പേര് നക്ഷ് വേദ് എന്നാണ്. നക്ഷത്രവും വേദും, നക്ഷത്രത്തിൻ്റെ നക്ഷും വേദത്തിൻ്റെ വേദമൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ നക്ഷ് വേദ് എന്ന് പേരിട്ടിട്ടുള്ളത്. ഞങ്ങൾ അർത്ഥം നോക്കിയിട്ടൊന്നുമല്ല വേദുവിന് നക്ഷ് വേദ് എന്ന് പേരിട്ടത്. പെൺകുട്ടിയാണെങ്കിൽ നമ്മൾ മനസ്സിലൊരു പേരുണ്ടായിരുന്നു, അതൊരു മൂൺ റിലേറ്റഡ് നെയിം ആയിരുന്നു. അപ്പം ആൺകുട്ടിയാണെങ്കിൽ സൂര്യൻ അല്ലെങ്കിൽ സ്റ്റാർ റിലേറ്റഡ് ഇടാമെന്ന് നമ്മളൊരു പ്ലാൻ ചെയ്തു. അപ്പോൾ പിന്നെ ആദിത്യ അങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോൾ ആദിത്യയൊക്കെ കോമൺ നെയിമാണല്ലോ, അതുകൊണ്ട് നമ്മൾ നക്ഷത്രം നക്ഷ് എന്ന് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ നക്ഷിൻ്റെ ബാക്കി പോലെ നക്ഷ് കൃഷ്ണ, നക്ഷ് ദേവ്, നക്ഷ് ശ്രീഹരി അങ്ങനെ കുറേ പ്ലാൻ ചെയ്തു. അപ്പോൾ പിന്നെ അങ്ങനെ പ്ലാൻ ചെയ്തപ്പോൾ കിട്ടിയതാണ് നക്ഷ് വേദ്. അങ്ങനെ കേൾക്കാത്തൊരു പേര്, അതുകൊണ്ടാണ് നക്ഷ് വേദ് എന്നിട്ടത്. പിന്നെ നക്ഷു അതൊക്കെ കേട്ട് പരിചയമുള്ളതുകൊണ്ട് വേദു പരിചയമുണ്ട്. പക്ഷെ വിളിക്കാൻ കുറച്ചും കൂടി എളുപ്പം വേദു എന്നായതുകൊണ്ടാണ് നമ്മൾ വേദു എന്ന് വിളിക്കുന്നത്. വേദു ഉറക്കമാണ്, ഇല്ലെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണിച്ചു തന്നെ. നല്ല ഉറക്കത്തിലാണ് ആള്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ കുറേ കാലമായിട്ട് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആയിരുന്നു. ഇപ്പോഴെങ്കിലും ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് സെക്ഷനിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളും വിമർശനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കൂ. ഇനി എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെങ്കിലും എൻ്റെ അടുത്ത് പറയൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടാറ്റാ. After completing successful പ്രസവം ഞാൻ വീഡിയോ അച്ഛനായതിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു പിന്നെ പറയാം. വീൽ ചെയർ നടക്കുക വേണ്ടപ്പോ നടക്കണം നടന്നു
അമ്മയായതിൽ എന്ത് തോന്നുന്നു? മേമയായതിൽ എന്ത് തോന്നുന്നു? முறை தாண்டி நிற்கும் தந்தை மகன் கோட்டனியின் வெற்றி கதைகள் ஊரில் நித்தம் கேட்கின்றேன். சிங்கம் பெற்ற பிள்ளை என்று ஊரை சொல்லும் ஓசையோடு உயரமாக ஓய்வெடுக்கின்றேன். அன்பை மட்டும் அள்ளி வீசும் வீடு அமைவது அழகே, அதிசயம் அற்புதம் அதுவே. அமைத்த புதல்வா புதல்வா வா புதல்வா புதல்வா வா புகழ் வாழ்க்கை. ക്ലാസ്സിന്റെ കുറെ ബാക്കി ഉണ്ടായിരുന്നു വരാം. അതുകൊണ്ട് ഇത് നല്ലത്. നിങ്ങൾ ഭാവിയിലൊരു അമ്മമ്മയാവാൻ പോകുന്നത് പിന്നെങ്ങനെയാ പറയുന്നത്? ഞാനിങ്ങനെ വന്ന് ഞാനത് ചോദിക്കാനാ പോകുന്നുണ്ട്. മറ്റേ മറിച്ച് അതല്ലേ പറഞ്ഞില്ല എടുത്തോ. നീ ആന്റിയാവുമ്പോ ഇതെങ്ങനെയാണ് ഇതിന്റെ അകത്ത് നമുക്ക് രണ്ട് ലൈൻ ഉണ്ടെങ്കിൽ നമ്മള് ഏതിന്റെ രണ്ട് ലൈൻ? രണ്ട് വരണ്ട. ഇത് ഒന്നേ ഉണ്ടാവുക. ഒന്ന് വന്നാല് അല്ല രണ്ടെണ്ണാകുമ്പോ രണ്ടെണ്ണം പോസിറ്റീവ് അല്ലേ? ഒഴുകവേ കുളിരുള്ളിനുള്ളിൽ നിറയവേ ഒന്നാവാൻ തോന്നുകയോ? തേൻ തുള്ളി തൂവും നിമിഷമേ മതി മറന്നിനി വഴി ജന്മങ്ങൾ ചേരുകയോ? തെന്നി ഒഴുകവേ കുളിരുള്ളിനുള്ളിൽ നിറയവേ ഒന്നാവാൻ തോന്നുകയോ? അതന്നെ കടിച്ചേക്കല്ലേ? You are going to become a grandfather. First Jasmine, second Sindhu, third Rishi. പെയ്യുന്നിതാരോ താനേ നീ തെന്നി തെന്നി ഒഴുകവേ കുളിരുള്ളിനുള്ളിൽ നിറയവേ ഒന്നാവാൻ തോന്നുകയോ? തേൻ തുള്ളി തൂവും നിമിഷമേ മതി മറന്നിനി വഴി ജന്മങ്ങൾ ചേരുകയോ?